സന്തോഷം. മാം എന്നോട് വളരെ മനോഹരമായിട്ട് പരിചയപ്പെടുത്തി. പേര് ജസീറ എന്നാണ്, പാലക്കാട് സ്വദേശിയാണ്. ഏകദേശം 10 കൊല്ലമായി ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പാർട്ട് ടൈം ആയിട്ടായിരുന്നു ഫിജി കാർഡ് എന്ന് പറയുന്ന ബിസിനസ് അവസരത്തിൽ എത്തിപ്പെട്ടത്. ഇവിടെ മാം ബിസിനസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഫിജി കാർഡ് എന്ന പേര് പോലും കേൾക്കാത്ത വ്യക്തികൾ ഉണ്ടാവും. ഒരു 4-4.5 കൊല്ലം മുന്നേ ഇതേപോലെ സൂം എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് ഫിജി കാർഡിനെ കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുന്നത്. അന്ന് എന്റെ മനസ്സിലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇങ്ങനെ ഒരു പേര് പോലും ഞാൻ കേട്ടിട്ടില്ലല്ലോ, ബോബി ചെമ്മണ്ണൂർ അറിഞ്ഞിട്ടുണ്ടാവോ ഇങ്ങനെ ഒരു ബിസിനസ് ബോബി ചെമ്മണ്ണൂരിന്റെ പേര് നടക്കുന്നത് എന്നുള്ള ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സംശയങ്ങളൊക്കെ തീർത്തുകൊണ്ടാണ് ഫിജി കാർഡ് എന്ന ബിസിനസ് അവസരത്തിൽ ഏറ്റെടുത്തത്. എനിക്ക് മുൻ പരിചയങ്ങളില്ല, ബിസിനസ് ചെയ്ത് ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളില്ല, ബിസിനസ് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല, ബിസിനസ്സിൽ വരാൻ പോകുന്ന നാശനഷ്ടങ്ങളെ കുറിച്ചിട്ട് എനിക്കറിയില്ല, ഒന്നും അറിയില്ല. ഒരു ടീച്ചിങ് മേഖലയിൽ എങ്ങനെ കൃത്യമായി പഠിപ്പിക്കാം അല്ലെങ്കിൽ കുട്ടികളെ എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ളത് ഉപരിയായിട്ട് മറ്റ് മാർക്കറ്റിനെ കുറിച്ചിട്ടോ പ്രൊമോഷൻ ചെയ്യേണ്ട രീതികളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പുതിയ മാർക്കറ്റിംഗ് ടെക്നിക്കുകളെ കുറിച്ചിട്ടോ ഒരു സ്ഥലത്ത് നിന്നാണ് ഫിജി കാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് വളരെ സന്തോഷം, തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു മനുഷ്യായുസ്സിൽ മാഡം പറഞ്ഞ പോലെ ഒരു മനുഷ്യന് വേണ്ട സാധനങ്ങളൊക്കെ ഫിജി കാർഡ് എന്ന് പറയുന്ന ബിസിനസ് അവസരം തരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്രീഡം. നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് വാങ്ങിച്ചെടുക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം. അത് ഇന്നിപ്പോ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്ന് എനിക്ക് സാധിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിജി കാർഡ് എന്ന് പറയുന്ന ബിസിനസ് അവസരം ഏറ്റെടുത്തതും ഇന്ന് ഫിജി കാർഡ് എന്ന് പറയുന്ന ബിസിനസ്സിൽ സാധിക്കുന്നത് കൊണ്ടാണ്. ആ ഒരു പ്രൊഫഷൻ പഠിച്ചത് എവിടെയും പോവില്ല അല്ലെ. അപ്പൊ ആ ഒരു പ്രൊഫഷൻ അല്പകാലത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഫിനാൻഷ്യലി നമ്മൾ സെറ്റിൽ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ഏത് മേഖലയിൽ വേണമെങ്കിലും ഏത് പാഷൻ വേണമെങ്കിലും നമുക്ക് തുടർന്നുകൊണ്ട് പോകാം അല്ലെ. പാഷൻ മാത്രം പോയി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ എന്നെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കിയിട്ടുള്ള അല്ലെങ്കിൽ എന്നെ പോലെ സാധാരണക്കാരിയായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണക്കാരന്മാരായിട്ടുള്ള ഒരുപാട് വ്യക്തികളെ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കിയിട്ടുള്ള ഒരു ബിസിനസിന്റെ വലിയൊരു അവസരത്തെ കുറിച്ചാണ് ഞാനിപ്പോ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ ഏകദേശം ഒരു 15 മിനിറ്റോളം അല്ലെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ പറയില്ലേ നമ്മുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന സാധനം, ആ ഒരു ടേണിംഗ് പോയിന്റ് ഫിജി കാർഡ് എന്ന് പറയുന്ന ഒരു അവസരമായിരിക്കും. അപ്പൊ ആ ഒരു 15 മിനിറ്റ്, നിങ്ങളുടെ 15 വിലയേറിയ 15 മിനിറ്റുകൾ ഞാൻ ഇവിടെ കടം ചോദിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. സ്ക്രീൻ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ മാഡം? ഓക്കെ ആണ്. താങ്ക് യു. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫിജികാർഡ്.com എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. തൃശ്ശൂർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫിജികാർഡ് ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ 24ാമത്തെ ഒരു ബിസിനസ് ആയിട്ടാണ് ഫിജികാർഡ്.com രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വെൽക്കം ടു ദ ഫിജിറ്റൽ വേൾഡ്. ഫിസിക്കലും ഡിജിറ്റലും സമന്വയിപ്പിച്ചുള്ള ഒരു ലോകത്തേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇത് നമുക്കറിയാം. ചിലപ്പോൾ ഒരു പക്ഷേ ഫിജിറ്റൽ എന്നുള്ളൊരു വാക്ക് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക. ഫിജിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പണ്ടത്തെ കാലഘട്ടത്തിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമാണ്. നമുക്ക് എന്തൊരു സാധനങ്ങളും സേവനങ്ങളും നേരിട്ട് പോയിട്ടും അല്ലാതെയും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ക്ലാസ്സുകൾ ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും നമുക്ക് കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് പോകുന്നത്. സാധനങ്ങൾ ഓൺലൈൻ ആയിട്ടും അല്ലാതെയും കടകളിൽ പോയിട്ടും നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു രീതിയിലെത്തി. അതായത് ഫിസിക്കലായിട്ടും നമുക്ക് പേഴ്സണലി പോയി കണ്ടറിഞ്ഞും അല്ലാതെ ഡിജിറ്റൽ ആയിട്ടും വാങ്ങാൻ പറ്റുന്ന ഒരു സൗകര്യത്തിലേക്ക് ഇന്ന് കാലഘട്ടം മാറി എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ടെക്നോളജിയിൽ വന്ന മാറ്റങ്ങളാണ്. ഇന്ന് നമ്മളൊന്ന് പിന്തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-20 വർഷങ്ങൾ മുതൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ലാൻഡ് ഫോണിൽ നിന്ന് സ്മാർട്ട് ഫോൺ വന്നതോടുക്കനെ ഇന്റർനെറ്റിന്റെ ലോകം എല്ലാ ആളുകളിലേക്കും തുറന്നു കൊടുത്തു. ആ ഇന്റർനെറ്റിന്റെ ലോകത്തിൽ തന്നെ ഒരുപാട് അറിവുകൾ കരസ്ഥമാക്കി ഇന്ന് റീറ്റെയിലിംഗ് രംഗത്ത് തന്നെ നമ്മൾ കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഷോപ്പുകളിൽ, അതായത് ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്ന രീതിയിൽ മാറിയിട്ട് നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ അതുപോലുള്ള ഓൺലൈൻ സൈറ്റുകളിലൂടെ പർച്ചേസ് ചെയ്യാൻ ആളുകൾ സാധിച്ചു. ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫിസിക്കൽ സ്റ്റോറുകളാണെങ്കിൽ പകലിൽ മാത്രം കച്ചവടം നടക്കുന്ന രീതി മാറിയിട്ട് ഇന്ന് ഓൺലൈൻ ഷോപ്പിംഗ് രീതിയിലേക്ക് മാറിയപ്പോൾ രാത്രിയും പകലും 24 മണിക്കൂറും ബിസിനസ് ഓപ്പൺ ചെയ്യുന്ന രീതിയിലേക്കും വളർത്താനായിട്ട്
ഇന്നത്തെ ടെക്നോളജിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെയാണ് പ്രൊഫസർ ലിയോൺ സി മെക്കിൻസന്റെ വാക്കുകൾക്ക് വലിയൊരു പ്രാധാന്യമുള്ളത്. ഇറ്റ് ഈസ് നോട്ട് ദ സ്ട്രോങ്ങസ്റ്റ് ഓർ ദ മോസ്റ്റ് ഇന്റലിജന്റ് ഹു വിൽ സർവൈവ് ബട്ട് ദോസ് ഹു ക്യാൻ ബെസ്റ്റ് മാനേജ് ചേഞ്ച്. ഏറ്റവും ശക്തനോ ബുദ്ധിമാനോ ആയിട്ടുള്ള വ്യക്തിയല്ല ഇന്ന് സർവൈവ് ചെയ്തു പോകുന്നത്. ആരാണോ മാറ്റത്തിനനുസരിച്ച് മാറാൻ തയ്യാറാവുന്നത് അവനാണ് വിജയിക്കുക എന്നല്ല പറഞ്ഞത്, സർവൈവ് ചെയ്ത് പോവാൻ, അതായത് നിലനിന്ന് പോവാൻ സാധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മാറ്റത്തിനെ ചുവട് പിടിച്ചുകൊണ്ടുള്ള ഒരു ബിസിനസ് തന്നെയാണ് ഫിജിക്കാർട്ട് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇന്ന് ലോകത്ത് തന്നെ ആദ്യത്തെ ഒരു ഡിജിറ്റൽ കമ്പനിയാണ് ഫിജിക്കാർട്ട്. ഈ ഫിജിക്കാർട്ടിൽ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങിക്കുന്ന 4 മേഖലകളുണ്ട്. ഈ 4 മേഖലകളെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് നമ്മുടെ ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻസ് ആണ്. അതായത് നമ്മുടെ ഗൂഗിൾ പേ, ഫോൺ പേ എന്ന് പറയുന്ന സൈറ്റുകൾ നിങ്ങൾ കണ്ടാൽ അറിയാം. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് അവിടെ ഒരു ഡെലിവറി ചാർജ്, പ്ലാറ്റ്ഫോം ചാർജ്, അങ്ങനെ ഒരു കുഞ്ഞു ചാർജ് പോലും അവർക്ക് വലിയ വരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. OTT പ്ലാറ്റ്ഫോമിൽ നമ്മൾ റീചാർജ് ചെയ്ത് കാണുന്നു. അതുപോലെ തന്നെ ബില്ല് പേ ചെയ്യുന്ന സമയത്ത് വരുന്ന ട്രാൻസാക്ഷൻ കോസ്റ്റ്, ബാങ്കിങ് കോസ്റ്റുകൾ, ബാങ്കിന്റെ ആപ്പുകൾ ഉപയോഗിക്കുന്ന സമയത്തുള്ള കോസ്റ്റുകൾ, ഇതെല്ലാം ഒരു ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ വലിയൊരു വരുമാനമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡയറക്ട് സെല്ലിംഗ്. ഇന്ന് വിദ്യാഭ്യാസം കൂടിയത് കൊണ്ട് തന്നെ ഓരോ വ്യക്തികൾക്കും ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് അവരുടെ സാധനങ്ങളോ സേവനങ്ങളോ വിൽക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഏതൊരു കസ്റ്റമർക്കും കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയോ അല്ലെങ്കിൽ ഒരു സൈറ്റിലൂടെയോ കസ്റ്റമർക്ക് ഡയറക്റ്റ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും. ഇവിടെ ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കച്ചവട രീതിയാണ് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റെഫറൽ മാർക്കറ്റിംഗ്. റെഫറൽ മാർക്കറ്റിംഗ് മുന്നേ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ റെഫറൽ മാർക്കറ്റിംഗിലൂടെ വരുമാനം വാങ്ങിക്കുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് ആയിക്കോട്ടെ, ബ്രോക്കേഴ്സ് ആയിക്കോട്ടെ, ഇവരെല്ലാം ചെയ്യുന്നത് റെഫറൽ മാർക്കറ്റിംഗ് തന്നെയാണ്. എന്നാൽ സാധാരണ ജനങ്ങൾ റെഫറൽ മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഒരു അവസരം ഇന്നേ വരെ ഇല്ലെങ്കിൽ ഇന്ന് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം റെഫറൽ മാർക്കറ്റിംഗിനുള്ള അവസരം കൂടിയാണ് നമുക്ക് തരുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങൾ, പല സേവനങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് നമ്മൾ നല്ലതെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നത് സ്വാഭാവികമാണ്. ആ നല്ലത് പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം നമുക്കൊരു വരുമാനം കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അതോടൊപ്പം തന്നെ ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറയുന്ന ഒരു മേഖല. ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് ഇൻഡസ്ട്രിയാണ്. ഇന്ന് കോവിഡിന് ശേഷം ഒരുപാട് ആളുകൾ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് എത്രത്തോളം പ്രധാനമാണെന്ന് മനസ്സിലാക്കുകയും ഇന്ന് ഒരു ഫുഡ് സപ്ലിമെന്റ്സ് യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക്, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോഷകങ്ങൾ പോരാ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ പോഷകങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് സമയമെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വെൽനസ് പ്രൊഡക്റ്റുകളുടെ ഉപയോഗം സാധാരണ ജനങ്ങളിലേക്ക് കൂടുതലായി കാണപ്പെടുന്നു. അത് തന്നെയാണ് ഈ ഒരു മേഖലയിലെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതും. അങ്ങനെ ഇന്ന് ലോകത്ത് ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ജനറേഷനിലും ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഈ 4 മേഖലകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഫിജിക്കാർട്ട് ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് അതിന് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഇ കൊമേഴ്സ് റീറ്റെയിൽ റവന്യൂ. ഇ കൊമേഴ്സ് രംഗത്തെ റീറ്റെയിൽ റവന്യൂ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മളെക്കാൾ മുന്നേ വന്ന് ഈ ബിസിനസ് മോഡൽ നമ്മുടെ നാടുകളിൽ സക്സസ്ഫുൾ ആവും എന്ന് കാണിച്ചിട്ടുള്ളതാണ് ഫേസ്ബുക്ക്, ആമസോൺ, യൂബർ, പേപാൽ, ഓല, ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന കമ്പനികൾ. ഇവർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റുകളോ അല്ലെങ്കിൽ സ്വന്തം വാഹനങ്ങളോ പോലും ഇല്ലാതെ ചെയ്തുകൊണ്ടും ഇടനിലക്കാരനായിട്ടും പ്രവർത്തിച്ചുകൊണ്ടാണ് അവർ ഈ പ്ലാറ്റ്ഫോമുകൾ വർക്ക് ചെയ്യുന്നത്. എന്നാൽ അവർ ഈ മേഖലയിൽ ഉണ്ടാക്കുന്ന വരുമാനം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. 2009 കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ $390 കോടിയുടെ ഡോളറാണ് വരുമാനമെങ്കിൽ 2016 അതിൽ 3800 കോടിയിലേക്ക് കടന്നിരിക്കുന്നു. 2024 അത് 16400 കോടിയിലേക്ക് മാറിയിരിക്കുന്നു. 2030 ആകുമ്പോഴേക്കും ഏകദേശം 32,800 കോടി രൂപയാണ് ഈ പറയുന്ന ഇ കൊമേഴ്സ് മേഖലയിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെയാണ് നമുക്കൊരു വരുമാന സാധ്യതയും കൂടി ഒളിഞ്ഞു കിടക്കുന്നത്. ഡയറക്ട് സെല്ലിംഗ് ഭൂമി. ഇനി വരാൻ പോകുന്ന കാലഘട്ടം ഡയറക്ട് സെല്ലിംഗിന്റെ കാലഘട്ടമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാൾ മുന്നേ ഈ ബിസിനസ് പല രാജ്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു മേഖല പല രാജ്യങ്ങളിലും ഉണ്ട്. നമ്മൾ നോക്കാം, USA, ചൈന, ജപ്പാൻ, കൊറിയ, ബ്രസീൽ, മെക്സിക്കോ, ഫ്രാൻസ്, മലേഷ്യ പോലുള്ള രാജ്യങ്ങളും അവരുടെ പോപ്പുലേഷനും ഇന്ത്യയുടെ പോപ്പുലേഷനും നോക്കാം. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. എന്നാൽ USA, ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ നമ്മളെക്കാൾ പോപ്പുലേഷൻ കുറവാണ്. പക്ഷേ അവർ ഈ മേഖലയിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന വരുമാനം നമ്മളെക്കാൾ കൂടുതലാണ്. ഒന്ന് പരിശോധിച്ച് നോക്കാൻ നമുക്കറിയാം, USA-ൽ 34 കോടി ജനങ്ങളേ ഉള്ളൂ. പക്ഷെ അവരുണ്ടാക്കിയെടുക്കുന്ന വരുമാനം 3,37,000 കോടി
വരുമാനമാണ് അവർ ഈ മേഖലയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി കൊറിയ നോക്കാം, വെറും 5 കോടി. കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടിന്റെ അത്ര പോലും ജനസംഖ്യ ഇല്ലാത്ത കൊറിയയിൽ അവരുണ്ടാക്കുന്നത് 1,54,000 കോടിയാണ്. മലേഷ്യ, നമ്മുടെ തന്നെ ജനസംഖ്യയുള്ള മലേഷ്യയില് 30,000 കോടി രൂപയാണ് അവരവിടെ ഈ ഒരു ഡയറക്ട് സെല്ലിങ്ങിൽ നിന്ന് വരുമാനമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്ത്യയിലേക്ക് നോക്കുന്ന സമയത്ത് 23,000 കോടി മാത്രമേ നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതൊരിക്കലും ഈ ഒരു മേഖലയുടെ നെഗറ്റിവിറ്റി അല്ല, പകരം ഈ ഒരു മേഖലയെ കുറിച്ച് നമ്മുടെ ജനങ്ങളിലേക്ക് വ്യക്തമായിട്ടുള്ള ഒരു അവയർനെസ് ഇല്ല, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് 2018 വരെ ഉണ്ടായിരുന്നില്ല. ഇന്ന് നിയമത്തിന് വിധേയമായിട്ടാണ് ഡയറക്ട് സെല്ലിംഗ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം 75,000 കോടിയുടെ ടേൺ ഓവർ 2030 ആകുമ്പോഴേക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നാണ് കാണിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇന്ത്യയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രാജ്യവും കൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഉറ്റുനോക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഒരുപാട് കമ്പനികൾ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഇന്ത്യയിലേക്ക് വരികയും ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്യുകയും ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായിട്ടൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻ 2018 കൂടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവരികയും ചെയ്തു. ഏകദേശം ഇന്ന് നിലവിൽ 92 ലക്ഷം ആളുകളാണ് ഈ ഒരു മേഖലയിൽ വന്നിട്ടില്ലെങ്കിൽ അതിൽ 48% സ്ത്രീകളാണ് എന്നുള്ളതാണ്. മറ്റു ജോലികളെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് വീട്ടിലിരുന്നുകൊണ്ടും അല്ലാതെയും ഈ ഒരു ബിസിനസ് മേഖല ചെയ്യാൻ സാധിക്കും, അവരുടെ കുട്ടികളെ നോക്കിക്കൊണ്ടും എല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വുമൺ പാർട്ടിസിപ്പേഷൻ ഈ ഒരു മേഖലയിൽ കൂടുതലാണ്. സ്ത്രീ ശാസ്ത്രീകരണത്തിന് ഏറ്റവും ഒരു ഉദാഹരണ ഒരു മേഖല കൂടിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇത്രയും വലിയ ഒരു പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല മറ്റ് വിദേശ രാജ്യങ്ങളിലുമൊക്കെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു സിലബസ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതുപോലെ നമ്മുടെ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ ഇത് പാഠ്യ വിഷയമാണ്. MBAക്കും +1നും +2നും എല്ലാം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പാഠ്യ വിഷയമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലീഗാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങൾ മുൻ കാലഘട്ടങ്ങളിൽ ഈ ഒരു മേഖല ഇതാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇന്ന് ഒരു ലീഗൽ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ പാൻ കാർഡാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2018 മുതൽ ഇവിടെ ഒരു നിയമ വ്യവസ്ഥയുണ്ട്. 2021 എങ്ങനെയാണ് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി വർക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ വിൽക്കാം, എന്തൊക്കെ വിൽക്കാൻ പാടില്ല, എന്തൊക്കെ നിയമങ്ങൾ പാലിക്കപ്പെടണം, എവിടെയൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെടണം എന്ന് കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. കമ്പനിയെ മോണിറ്റർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് മേഖലയെ മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഓരോ സംസ്ഥാനത്തിനും അതുപോലെ തന്നെ ഇന്ത്യ ഒട്ടാകെ വ്യത്യസ്തമായിട്ടുള്ള റൂൾസുകളാണ് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൃത്യമായി അറിഞ്ഞു വെച്ചതിന് ശേഷം ഒരു 2018 ഈ നിയമം വന്നതിന് ശേഷമാണ് ദുബായിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നത്, കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ന്യൂസ് പേപ്പേഴ്സിൽ വന്ന കട്ടിങ്ങുകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 100 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അന്ന് പ്രധാനപ്പെട്ട എല്ലാ ന്യൂസ് പേപ്പേഴ്സിലും അതൊരു വാർത്തയായിരുന്നു. ഇനി നമ്മുടെ മാനേജ്മെന്റിനെ പരിചയപ്പെടാം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ സെലിബ്രിറ്റി ബിസിനസ്മാൻ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ, ഞങ്ങൾ എല്ലാവരും പ്രിയത്തോടെ വിളിക്കുന്ന ബോച്ചയാണ് നമ്മുടെ ഈ ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 25ഓളം ബിസിനസ് പ്ലാറ്റ്ഫോമുകളുടെ ഓണറാണ് അദ്ദേഹത്തിന്റെ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഏകദേശം 60ഓളം ജ്വല്ലറി ഔട്ട്ലെറ്റുകൾ, ബോച്ചെ ഗോൾഡ് ലോൺ, ക്ലബ് ഓക്സിജൻ റിസോർട്ട്, ബോച്ചെ അപ്ലയൻസസ്, ലെൻസസ്, അതേപോലെ തന്നെ ബോച്ചെ 1000 acres, അങ്ങനെ ഒട്ടനവധി ഒരു കയ്യിലെ വിരലുകളിൽ കൂടുതൽ എണ്ണാവുന്നതിൽ അത്തരം ബിസിനസ് സംരംഭം നടത്തുന്ന ഒരു വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. അപ്പൊ അത്രയും വലിയ ഒരു വ്യക്തി ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു മേഖല സെലക്ട് ചെയ്ത് ഇങ്ങനെ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം ഇവിടെ ഇറക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശക്തവും വ്യക്തവുമായിട്ടുള്ള ഒരു വിഷനും മിഷനും കമ്പനിക്ക് ഉണ്ടാവും. കമ്പനിയുടെ വിഷൻ ആൻഡ് മിഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് റീറ്റെയിലിംഗ് രംഗത്ത് മുൻനിരയിലേക്ക് എത്തുക, അതിനോടൊപ്പം തന്നെ സാധാരണ ജനങ്ങളിലേക്ക് ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരവും അവന്റെ സാമ്പത്തികമായ ഭദ്രത ഉയർത്താൻ
ഉള്ളൊരു അവസരം കൂടിയാണ് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ ഈ ഒരു മിഷനിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഫിജിക്കാർട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനു വേണ്ടി കമ്പനി സജ്ജീകരിച്ചിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആണുള്ളത്. നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ്, ലോജിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റുകൾ, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ യൂണിറ്റുകളുടെ ഫോട്ടോസ് ആണ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഫിസിക്കൽ സ്റ്റോറുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റലും ഫിസിക്കലുമായിട്ടുള്ള സ്റ്റോറുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്ന് പറയുന്ന കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ലാത്ത ഒരു ഫിസിക്കൽ സ്റ്റോർ, ഒരു കടയോ ഷോറൂമോ ഗോഡൌണോ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന കമ്പനിക്ക് ഫിസിക്കൽ, ഡിജിറ്റൽ മാത്രമല്ല ഫിസിക്കൽ സ്റ്റോറുകളും ഇന്ന് അവൈലബിൾ ആണ്. ഇത് നമ്മുടെ സ്വന്തം ബ്രാൻഡുകളാണ്. ഫിജിക്കാർട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ ഓൺ മാനുഫാക്ചറിംഗ് യൂണിറ്റിലുള്ള ബ്രാൻഡുകളാണ്. ഒരു മനുഷ്യൻ ഉപയോഗിക്കേണ്ട എല്ലാ സാധനങ്ങളും ഇന്ന് നമുക്ക് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിലൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഫ്യൂസ്ലേജ്, ആയുർവേ, കിൻഡ്ര, ന്യൂട്രീവ, ആര്യസൂക്ത, ഫിജി ഗ്രെയിൻ, ഡേ ബോബീസ് മസാല, ടിവോണ വാട്ടർ പ്രൂഫ് പെയിന്റ്, കിച്ചൺ അപ്ലയൻസസ്, അതുപോലെ തന്നെ കുട്ടികളുടെ പ്രോഡക്ട്സ്, ഇതിന് പുറമെ തന്നെ നമ്മുടെ ടൂർ പാക്കേജുകൾ, അങ്ങനെയുള്ള ഒട്ടനവധി പ്രൊഡക്റ്റുകളും സർവീസസും ഫിജിക്കാർട്ടിന്റെ ബ്രാൻഡിൽ നിന്ന് ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് ഈ ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? വളരെ സിമ്പിൾ ആയിട്ട് 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും പ്രായഭേദമന്യേ എക്സ്പീരിയൻസ് ആവശ്യമില്ല, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല, ഒന്നുമില്ലാതെ ഒരു KYC ഡോക്യുമെന്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് എഗ്രിമെന്റ് സൈൻ ചെയ്തുകൊണ്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് ഈ ബിസിനസ് പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരാൻ സാധിക്കും. അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വരുന്ന ഒരു വ്യക്തി, ഒരു അഫിലിയേറ്റ് ആയിട്ട് വരുന്ന ഒരു വ്യക്തി ഇവിടെ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ്, ഓൺലൈൻ ആയിട്ടോ ഫിസിക്കൽ ആയിട്ടോ കമ്പനിയും കമ്പനിയുടെ പ്രൊഡക്റ്റുകളെയും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് വളരെ ശക്തമായിട്ട് ഡിജിറ്റൽ ആയിട്ടും ഫിസിക്കൽ ആയിട്ടുമുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം? ട്രേഡ് വിത്ത് ടെക്നോളജി അല്ലേ. നമ്മൾ ഇവിടെ സാധാരണ ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പോലെയല്ല, ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു കച്ചവട രീതി ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രഡീഷണൽ ബിസിനസ്സിലും നമ്മുടെ ബിസിനസ്സിലും നമുക്ക് എന്താണ് ഗുണം കിട്ടുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവണം. ഇവിടെ ഒരു സൈറ്റ്, ഈ ഒരു ചാർട്ടിൽ നിങ്ങൾക്ക് കാണാം, ട്രഡീഷണൽ മാനുഫാക്ചറിങ് ബിസിനസ്സുകളിൽ, അതായത് സാധാരണഗതിയിൽ നമ്മൾ കടയിൽ നിന്ന് ഒരു പേസ്റ്റോ സോപ്പോ വാങ്ങിക്കുന്ന സമയത്ത് ഒരുപാട് ഇടനിലക്കാരിലൂടെയും അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റിന്റെ കോസ്റ്റും എല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു റീറ്റെയിലറിന്റെ കയ്യിൽ ആ സാധനം എത്തുന്നത്. കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഇടനിലക്കാരുടെ വരുമാനവും അതേപോലെ തന്നെ അവിടെ ഉള്ള അഡ്വർടൈസ്മെന്റ് കോസ്റ്റും എല്ലാം കൊടുത്തോണ്ടാണ് ഒരു കസ്റ്റമർ അവിടെ ഒരു റീറ്റെയിലറിന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കുന്നത്. ചിലപ്പോൾ ഒരു 100 രൂപയായിരിക്കാം ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റിന് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ ഉൽപാദന ചെലവ് ചിലപ്പോൾ ഒരു 10 രൂപ മാത്രമായിരിക്കാം. എന്നാൽ ഇതേ സാധനം ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഡിസ്കൗണ്ടിന് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ സാധിക്കും. അവിടെ എന്താണ് അതിന്റെ രഹസ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 5 or 6 ഇടനിലക്കാരെ കഴിഞ്ഞിട്ടാണ് സാധാരണഗതിയിൽ ഒരു റീറ്റെയിൽ ഷോപ്പിൽ വരുന്നതെങ്കിൽ ഒരു ഇ-കൊമേഴ്സ് സൈറ്റ്, ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ഒരു ഇ-കൊമേഴ്സ് സൈറ്റ് മാത്രമാണ് അവിടെ ഒരു ഇടനിലക്കാരൻ എന്ന് പറയുന്നത്. 5ഓളം ഇടനിലക്കാര് ഒരൊറ്റ ഇടനിലക്കാരനായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആയിട്ട് ചുരുങ്ങി. അതുകൊണ്ട് തന്നെ 5ഓളം ഇടനിലക്കാർക്ക് കൊടുക്കേണ്ട ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് കുറഞ്ഞുകൊണ്ട് ഒരു 20%, 30% ഡിസ്കൗണ്ടിൽ കസ്റ്റമേഴ്സിന് ഇ-കൊമേഴ്സ് സൈറ്റുകൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ കസ്റ്റമർക്കും ലാഭം എന്ന് തോന്നും, ഇ-കൊമേഴ്സ് സൈറ്റുകൾക്കും അവിടെ ലാഭം എന്ന് തോന്നാം. എന്നാൽ ഒരു ഡയറക്ട് സെല്ലിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ, ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ ഇവിടെ അഡ്വർടൈസ്മെന്റ് ഇല്ല, ഇടനിലക്കാരില്ല, നമ്മൾ തന്നെയാണ് ഇടനിലക്കാരും, നമ്മൾ തന്നെയാണ് അഡ്വർടൈസ്മെന്റും പ്രൊമോഷനും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓരോ കസ്റ്റമറും ഓരോ പാർട്ട്ണർ സ്റ്റോറുകളാണ്. കമ്പനിക്ക് കിട്ടുന്ന ലാഭവിഹിതം, കമ്പനി ഏത് കസ്റ്റമർ ആണോ അടുത്ത കസ്റ്റമർക്ക് റെഫർ ചെയ്യുന്നത്, ആ കമ്പനിയുടെ ലാഭം ആ കസ്റ്റമർക്ക് ലാഭവിഹിതമായിട്ട് ഏകദേശം 48% കമ്പനി കസ്റ്റമർക്ക് വരുമാനമായിട്ട് കൊടുക്കുന്നത്. അതായത് ഒരു ഇ-കൊമേഴ്സ് സൈറ്റിൽ ഡിസ്കൗണ്ട് കിട്ടുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ലാഭവിഹിതമാണ് ഇവിടെ കസ്റ്റമേഴ്സിന് വീതിച്ച് നൽകുന്നത്. ഇത് ഒരു 7 തരത്തിലാണ് കമ്പനി നൽകുന്നത്. ആദ്യത്തെ ഒരു തരം എന്ന് പറയുന്നത് റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. നമ്മൾ ഏതൊരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലും എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് പോലെ ഫിജിക്കാർട്ടിലും നമുക്കൊരു പാർട്ട്ണർ സ്റ്റോർ തുറക്കാനായിട്ട് നമ്മുടെ KYC ഡോക്യുമെന്റ്, ആധാർ, പാൻ കാർഡ്, അതും ഒരു ഇമെയിൽ ID, ഫോൺ നമ്പർ വെച്ചിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങളെ ഈ ബിസിനസ് പരിചയപ്പെടുത്തിയ വ്യക്തിയായിരിക്കും നിങ്ങളെ ഈ ബിസിനസ്സിലെ റീറ്റെയിൽ സ്റ്റോർ ഇടാൻ അല്ലെങ്കിൽ നിങ്ങളെ സ്പോൺസർ ചെയ്യാനായിട്ട് സഹായിക്കുക.
അങ്ങനെ കിട്ടുന്ന പാർട്ട്ണർ സ്റ്റോർ അല്ലെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ സ്റ്റോറിൽ കമ്പനിയുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ട്. ഈ പ്രൊഡക്റ്റുകളൊക്കെ വിൽപ്പന നടത്താനുള്ള പെർമിഷൻ കൂടിയാണ് കമ്പനി നമുക്ക് നൽകുന്നത്. ഒരു ഡിസ്കൗണ്ടിലായിരിക്കും നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ കിട്ടുന്നത്. അത് നമുക്ക് മറിച്ച് വിൽക്കാനുള്ള പെർമിഷനാണ് അല്ലെങ്കിൽ റെഫർ ചെയ്യാനുള്ള പെർമിഷനാണ് കമ്പനി റീറ്റെയിൽ പ്രോഫിറ്റിലൂടെ കമ്പനി നമുക്ക് പാർട്ട്ണർ സ്റ്റോറിലൂടെ തരുന്നത്. അതിലൂടെ നമുക്കൊരു റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അടുത്തത് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് ആണ്. ഇത് രണ്ടാമതൊരു തരത്തിലുള്ള വരുമാനമാണ്. നമുക്ക് കിട്ടിയ റീറ്റെയിൽ സ്റ്റോർ നമുക്ക് മറ്റുള്ള ആളുകളിലേക്ക് പാർട്ട്ണർഷിപ്പ് കൊടുക്കാം. ഉദാഹരണത്തിന് എനിക്ക് കിട്ടിയിട്ടുള്ള ഈ റീറ്റെയിൽ സ്റ്റോർ എന്റെ ബന്ധുവിനോ അല്ലെങ്കിൽ എന്റെ ഒരു സുഹൃത്തിനോ എനിക്ക് പാർട്ട്ണർഷിപ്പ് കൊടുക്കാവുന്നതാണ്. അങ്ങനെ എന്റെ ബന്ധുവിലും സുഹൃത്തിലും നടക്കുന്ന കച്ചവടത്തിന്റെ കമ്മീഷൻ കൂടി എനിക്ക് അവകാശപ്പെട്ടാണ്. ഉദാഹരണത്തിന് എന്റെ ഒരു ബന്ധുവിന്റെയോ എന്റെ ഒരു സുഹൃത്തിന്റെയോ കടകളിൽ ഒരു പോയിന്റിന്റെ കച്ചവടം നടക്കുകയാണെന്നുണ്ടെങ്കിൽ 20 രൂപ അന്ന് എനിക്ക് കമ്മീഷൻ ആയിട്ട് ലഭിക്കുന്നു. അതേപോലെ നിങ്ങളുടെ ഒരു ബന്ധുവിന്റെയോ സുഹൃത്തിന്റെയോ ഒക്കെ ബിസിനസ് ആണ് നടക്കുന്നെങ്കിൽ 100 പോയിന്റിന്റെ കച്ചവടമാണ് നടക്കുന്നെങ്കിൽ 2000 രൂപയാണ് ഒരു ദിവസം നമുക്ക് വരുമാനമായിട്ട് കിട്ടുന്നത്. അങ്ങനെ 2000 മുതൽ ഒരു ദിവസം 30,000 രൂപ വരെ വരുമാനം വാങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് ആണ് ഈ ഒരു ബിസിനസ് എക്സ്പാൻഷൻ ബോണസിൽ പറയുന്നത്. ഇപ്പൊ കച്ചവടമാണ്, എല്ലാ സമയത്തും ഒരുപോലെ ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ ബന്ധുവിനോ അല്ലെങ്കിൽ സുഹൃത്തിനോ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഒരേപോലെ കച്ചവടം നടത്താൻ പറ്റില്ല. ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടാവും. അങ്ങനെയെങ്കിൽ ഒരു ദിവസം 500 പോയിന്റിന്റെ കച്ചവടം അതേ ദിവസം നമ്മുടെ സുഹൃത്തിന്റെ കടയിൽ 1000 പോയിന്റിന്റെ കച്ചവടം നടക്കുമെങ്കിൽ 500 മാച്ച് ചെയ്തുകൊണ്ട് 10,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് അന്ന് ക്രെഡിറ്റ് ആവുന്നു. 1500ന്റെ കച്ചവടമാണ് നടക്കുന്നതെങ്കിൽ 1500 മാച്ച് ചെയ്ത് 30,000 രൂപ ഇവിടെ സീലിംഗ് എന്ന് നമ്മൾ പറയും. ഒരു ദിവസം മാക്സിമം ഈ കമ്പനി കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് 30,000 എന്ന് പറയുന്ന ഈ ഒരു സംഖ്യ. അങ്ങനെ ഒരു മാസം 9 ലക്ഷം രൂപ വരെ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു അൺലിമിറ്റഡ് ഇൻകം ആഗ്രഹിക്കുന്നവർക്കുള്ള ഒന്നാണ് ജനറേഷൻ ബോണസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ബിസിനസ് എക്സ്പാൻഷൻ ബോണസിൽ കമ്പനി ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ജനറേഷൻ ബോണസ് അൺലിമിറ്റഡ് ഇൻകം ആണ്. എത്ര വരുമാനമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത്രയും നമുക്ക് ജനറേഷൻ ബോണസിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി, നമ്മൾ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ഒരു വ്യക്തി, അവരിലൂടെ നടക്കുന്ന കച്ചവടത്തിൽ പിന്നീട് ഒരു 100 പോയിന്റിന്റെ കച്ചവടമാണ് മാക്സിമം ഒരു വ്യക്തിക്ക് ഈ ബിസിനസ്സിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുക. അങ്ങനെ 100ൽ കൂടുതൽ കച്ചവടം നടക്കുന്ന സമയത്ത് പിന്നീട് ഈ വ്യക്തികൾ എത്ര തന്നെ പർച്ചേസ് ചെയ്താലും അതിന്റെ 20 മുതൽ 50% കമ്പനി മാസം തോറും ലിമിറ്റ് ഇല്ലാതെ അവരെ പരിചയപ്പെടുത്തിയ വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ജനറേഷൻ ബോണസ് ആയിട്ട് നൽകുന്നു എന്നുള്ളതാണ് ജനറേഷൻ ബോണസിന്റെ പ്രത്യേകത. അതായത് നമുക്ക് ഇത്ര ആളുകൾ അല്ലെങ്കിൽ ഇത്ര പാർട്ട്ണർ സ്റ്റോറുകളെ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം ഇവിടെയില്ല. എത്ര പാർട്ട്ണർ സ്റ്റോറുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് വരുമാനം വാങ്ങിക്കാനുള്ള ഒരു അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി ആണ് ജനറേഷൻ ബോണസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഒരു സെയിൽസ് മാനേജർ എന്ന് പറയുന്ന റാങ്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് മുതൽ 2 ലക്ഷം രൂപയുടെ ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കമ്പനി നമുക്ക് നൽകുന്നത്. അതുപോലെ മന്ത്ലി പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്ന സാധനം കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്ന പൊസിഷൻ മുതൽ ഒരു 300 പോയിന്റിൽ കൂടുതൽ മാച്ച് ചെയ്യുന്ന സമയത്ത് മാസം ഒരു 10,000-നും 20,000-നും ഇടയിലുള്ള ഒരു വരുമാനം ഫിജികാർട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരത്തിൽ നിന്നും പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ ചെയ്യുന്ന ആളുകൾക്ക് സെയിൽസ് മാനേജർ എന്ന പൊസിഷൻ എത്തുന്നത് മുതൽ എല്ലാ മാസവും കൃത്യമായിട്ട് മന്ത്ലി പെർഫോമൻസ് ബോണസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സാധനം ആഗ്രഹിച്ചുകൊണ്ടാണ് പാർട്ട് ടൈം ആയിട്ട് ഫിജികാർട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരം ടീച്ചിങ് പ്രൊഫഷന്റെ കൂടെ ഞാൻ ഏറ്റെടുത്തത്. അന്ന് എനിക്ക് എന്റെ സാലറിയോടൊപ്പം തന്നെ ടീച്ചിങ്ങിൽ പോകുന്ന സമയത്ത് ആ സാലറിയോടൊപ്പം തന്നെ ഡെയിലി ഒരു 1 അവർ ഫിജികാർട്ട് വർക്ക്ഔട്ട് ചെയ്ത സമയത്ത് എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് മാസം ഒരു 16,000-ൽ കൂടുതലുള്ള ഒരു വരുമാനം. അപ്പൊ ജോലിക്ക് പോകുന്ന സമയത്ത് തന്നെ ഒരു 2 വരുമാനം വാങ്ങിക്കാനുള്ള ഓപ്ഷൻ കൂടിയാണ് ഫിജികാർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഡെയിലി ഇൻകം കണ്ടു, ജനറേഷൻ ബോണസ് കണ്ടു, മാസത്തിൽ കിട്ടുന്ന വരുമാനം വന്നു. ഒരു കൊല്ലത്തിൽ നടക്കുന്ന കച്ചവടം ഓൾ ഓവർ ഇന്ത്യയിൽ ഫിജികാർട്ടിൽ നടക്കുന്ന കച്ചവടത്തിന്റെ 0.5 to 1.5% കമ്പനിയുടെ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന റാങ്ക് മുതൽ കമ്പനി ഈക്വൽ ആയിട്ട് എല്ലാ മാസവും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു തരുന്നു, എല്ലാ കൊല്ലവും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു തരുന്നു എന്നുള്ളതാണ്. ഇനി ഇതിലും കൂടുതൽ എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അടുത്ത് പറയുന്ന ഒരു അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് എന്ന് പറയുന്നത്. ഇത്രയും വരുമാനങ്ങൾക്ക് പുറമെ കമ്പനി നമുക്ക് അടുത്ത ഒരു അവാർഡ്
റിവാർഡ്സ് തരുന്നത്. കമ്പനിയുടെ ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന പൊസിഷൻ എത്തുന്ന സമയത്ത് 50,000 രൂപയുടെ റൈഡർ ഫണ്ടാണ് കമ്പനി നമുക്ക് നൽകുന്നത്. ഈ ഒരു ഫണ്ട് എന്റെ അക്കൗണ്ടിലേക്ക് ഒരു 2 കൊല്ലം മുന്നേ കിട്ടിയതാണ്. ഞാൻ ഈ കമ്പനിയുടെ ഡിവിഷണൽ സെയിൽസ് മാനേജർ ആയ സമയത്ത്. അതുപോലെ തന്നെ കമ്പനിയുടെ സോണൽ സെയിൽസ് ടീം മാനേജർ എന്ന സമയത്തുമ്പോൾ 5 ലക്ഷം രൂപയുടെ കാർ ഫണ്ട് കമ്പനി നമുക്ക് നൽകുന്നു. ഇനി അടുത്ത് പോകാനിരിക്കുന്ന റാങ്കാണ് 5 ലക്ഷത്തിന്റെ. കഴിഞ്ഞ 2 ദിവസം മുന്നേ ഒരുപാട് ആളുകൾക്ക് 5 ലക്ഷത്തിന്റെ ഫണ്ട് കമ്പനി ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഫാമിലി ട്രിപ്പ് കമ്പനിയുടെ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ എത്തുമ്പോൾ 20 ലക്ഷം രൂപയുടെ 2 പേർക്ക് ഇന്റർനാഷണൽ ഫാമിലി ട്രിപ്പാണ്. 12 ദിവസം 9 രാജ്യങ്ങൾ കറങ്ങാനുള്ള ഒരു അവസരമാണ് കമ്പനി നമുക്ക് ഇവിടെ നൽകുന്നത്. പ്രീമിയം കാർ ഫണ്ട് 50 ലക്ഷം രൂപയുടെ കാർ ഫണ്ടാണ് കമ്പനി നാഷണൽ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന പൊസിഷൻ എത്തുന്ന സമയത്ത് കമ്പനി നൽകുന്നത്. അതുപോലെ തന്നെ 1 കോടിയുടെ വില്ല ഫണ്ടാണ് നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറയുന്ന സമയത്ത് കമ്പനി നമുക്ക് ഇവിടെ നൽകുന്നത്. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് സാധാരണ ജനങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഇതൊക്കെ കിട്ടുന്നതാണോ, ഇതൊക്കെ കൊടുക്കുന്നതാണോ, ഇതൊക്കെ എന്നെ പോലുള്ള വ്യക്തികൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിക്കും വളരെ സിമ്പിൾ ആയിട്ട് ഈ ബിസിനസ് പ്ലാറ്റ്ഫോമിലേക്ക് കയറി വരാം. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു 1 ടൈം പർച്ചേസിലൂടെ നമുക്കൊരു സ്റ്റോർ രജിസ്റ്റർ ചെയ്ത് കിട്ടും. ആ സ്റ്റോർ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ബിസിനസ്സിൽ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ വരുന്ന ടീം അവർ കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരും. അതിലൂടെ നമുക്ക് അടുത്ത ഓരോ പൊസിഷനും, കമ്പനിയിൽ ഏകദേശം 13 പോസ്റ്റുകളാണുള്ളത്. ഈ 13 പോസ്റ്റുകളും അച്ചീവ് ചെയ്യാനായിട്ട് ടീമും ടീമിലെ ലീഡേഴ്സും നിങ്ങളെ കൃത്യമായിട്ട് ഹെൽപ്പ് ചെയ്യും. കമ്പനിയുടെ ഫസ്റ്റ് പൊസിഷനായ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ളൊരു പൊസിഷൻ എത്തുമ്പോഴേക്കും ഏകദേശം ഒരു 10,000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. കമ്പനിയുടെ ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന റാങ്ക് എത്തുമ്പോഴേക്കും ഒരു 20,000 രൂപയ്ക്ക് മീതെ വരുമാനം എത്തിയിട്ടുണ്ടാവും. സെയിൽസ് മാനേജർ എന്ന പോസ്റ്റ് എത്തുമ്പോഴേക്കും 40,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനമായിട്ട് വന്നിട്ടാവും. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു പെർഫോമൻസ് ബോണസ് കൂടി വാങ്ങിക്കൊണ്ട് ഒരു അഡീഷണൽ വരുമാനത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകളുള്ള വെറും 13 പോസ്റ്റുകൾ മാത്രമാണ് നമുക്കുള്ളത്. ഈ 13 പോസ്റ്റും അച്ചീവ് ചെയ്തിട്ടുള്ള 3, 4, 5, 6 കൊല്ലം കൊണ്ട് അച്ചീവ് ചെയ്തിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് ഇന്ന് നമുക്കുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് വിദ്യാഭ്യാസമല്ല, ചിലപ്പോൾ ഞാൻ പ്രസന്റ് ചെയ്യുന്ന പോലെ പറയാൻ പറ്റില്ല, ഇത് ആളുകളോട് സംസാരിക്കണ്ടേ, എനിക്ക് സംസാരിക്കാനുള്ള കഴിവില്ല, എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായമില്ലാതെ എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകൾ ഒട്ടും പേടിക്കണ്ട. ഇത് നിങ്ങളുടെ അവസരമാണ്. ഇവിടെ ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള ആളുകളാണ് ഇന്ന് ഈ കമ്പനിയുടെ എല്ലാ ഫണ്ടുകളും വാങ്ങിച്ചെടുത്തിട്ടുള്ള ആളുകൾ. ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആളുകളും ഈ ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളും കഴിവില്ലാത്ത ആളുകളും ഈ ബിസിനസ്സിൽ നിന്ന് വലിയ വരുമാനം നേടിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ സഹായിക്കുന്നത് ഫിജിറ്റൽ അക്കാഡമി എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയുടെ അക്കാഡമിയിലൂടെ നടത്തുന്ന സൂമിലൂടെയും അല്ലാതെയും ഒക്കെ നടത്തുന്ന പഠനങ്ങളും അതിനോടൊപ്പം ലീഡേഴ്സിന്റെ ഒരു സപ്പോർട്ട് നമുക്കുണ്ടാവും. അപ്പൊ വലിയൊരു പ്രൊഫഷണൽ രീതിയിലാണ് ഫിജിക്കാർട്ട് ഈ ഒരു ബിസിനസിനെ കൊണ്ടുപോകുന്നത്. കൃത്യമായിട്ട് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പാർട്ട് ആവുക. അത് കഴിഞ്ഞ ശേഷം എങ്ങനെ ആളുകളിലേക്ക് ഈ ഒരു ബിസിനസ് എത്തിക്കണം, ഫിസിക്കൽ ആയിട്ടാണോ ഡിജിറ്റൽ ആയിട്ടാണോ എത്തിക്കേണ്ടത് എന്നുള്ളതും കൃത്യമായി എങ്ങനെ ഏത് ആളുകളോടാണ് ഈ ബിസിനസ് പറയേണ്ടത്, എങ്ങനെയാണ് ഒന്നിച്ചൊരു ടീം വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെ ഫോളോ അപ്പ് എടുക്കണം, എങ്ങനെയാണ് ഒരു വ്യക്തിയെ ഈ ബിസിനസ് കൺവിൻസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ആ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് വിജയിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് മാത്രമല്ല കിട്ടുക, പേഴ്സണാലിറ്റി ആയിട്ടുള്ള ഒരു ബെനിഫിറ്റും കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് 4 C's ആണ് നമ്മുടെ ബിസിനസ്സിൽ. അതായത് കെയർ, കമ്മിറ്റ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൺട്രോൾ. അതായത് ഒരു വ്യക്തിയുടെ വാക്കുകളും ആക്ഷൻസും അവരുടെ റിലേഷൻസും കൃത്യമായി കെയർ ചെയ്യാനും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അവരുടെ കമ്മിറ്റ്മെന്റ്, പാഷൻ ആൻഡ് ഡെഡിക്കേഷനോട് കൂടിയിട്ട് വർക്ക് എടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് കൺട്രോൾ ചെയ്യാനും അങ്ങനെ ഒരു ഇമോഷണൽ ബാലൻസ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഉള്ള വ്യക്തികളായിട്ട് നമ്മളെ മാറ്റാനായിട്ട് ഫിജിറ്റൽ അക്കാഡമി നമ്മുടെ ഒപ്പം ഉണ്ടാവും. ഇവിടെയുള്ള ലീഡേഴ്സും അതുപോലെ തന്നെ ഈ ബിസിനസ്സിൽ നിന്ന് വലിയ വരുമാനങ്ങൾ വാങ്ങിയിട്ടുള്ള ഒട്ടനവധി ആളുകൾ നമ്മളെ അതിന് സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഈ ഒരു ബിസിനസ് പ്ലാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഏതൊരു സാധാരണപ്പെട്ട വ്യക്തിക്കും ഒരു മിനിറ്റ്